കഥയുടെ തുടക്കം ഗ്രാമത്തിലെ മാർക്കറ്റിലാണ് തുടങ്ങുന്നത്. റോഷൻ തന്റെ ലിറ്റ്ലി ചോക്ക കടയിൽ ഇരിക്കുകയായിരുന്നു. അദ്ദേഹം കാണാൻ വളരെ വിഷമത്തോടെ ഇരിക്കുന്നു. അദ്ദേഹത്തിന്റെ നിലക്കരി അടുപ്പത്ത് പോലും തീയില്ലായിരുന്നു. ജനങ്ങൾ അതുവഴി വരുന്നുണ്ട്. തീയില്ലാത്ത നിലക്കരി അടുപ്പ് കണ്ടതും അവർ അത് കണ്ടിട്ട് കാണാത്തതുപോലെ അവിടെ കടന്നു ചെല്ലുന്നു. എന്റെ ദൈവമേ, ഇന്ന് മൂന്നാമത്തെ ദിവസമാണ്. നിലക്കറിയുടെ വില ഒരുപാട് അധികമായിട്ടുണ്ട്. എന്നെ കൊണ്ട് അത് വാങ്ങിക്കാൻ പറ്റില്ല. നെരുപ്പില്ലാതെ ഞാൻ എങ്ങനെയാണ് ലിറ്റ് ചെയ്യും? ഒരുപക്ഷെ ഇന്നും വ്യാപാരം നടന്നില്ലെങ്കിൽ എന്റെ വീട്ടിലേക്ക് എങ്ങനെ ഭക്ഷണം കിട്ടും? അപ്പോഴാണ് അവന്റെ പരിചയക്കാർ കുറച്ച് ആളുകൾ അതുവഴി വന്നവർ ആ കടയിനടുത്തേക്ക് വന്നത്. എന്താ മോനെ ലോഷൻ, ഇന്നും നീ ലിറ്റ് ചെയ്തില്ലേ? ഞങ്ങൾക്ക് ഒരുപാട് വിശക്കുന്നുണ്ട്. ക്ഷമിക്കൂ ചേട്ടാ, നിലക്കരി ഒരുപാട് വില കൂടിയിട്ടുണ്ട്. ഈ അടുപ്പ് എരിക്കാനായിട്ട് എന്റെ അടുത്ത് കുറച്ച് പൈസ പോലും ഇല്ല. അപ്പോഴാണ് അതുവഴി ഭയങ്കരമായ ശബ്ദത്തോടു കൂടി വന്ന ഒരു കാറ് റോഷന്റെ കടയുടെ മുന്നിൽ വന്ന് നിന്നത്. സുരേഷ് ആ കടയിൽ നിന്നും താഴേക്കിറങ്ങി. അദ്ദേഹം റോഷന്റെ കടയിലേക്ക് നേരെ വന്നു. അദ്ദേഹത്തെ കണ്ടതും റോഷൻ പേടിച്ചു വിറയ്ക്കുകയായിരുന്നു. എന്താ റോഷൻ, 3 ദിവസങ്ങളായിട്ട് നോക്കിക്കൊണ്ടിരിക്കുന്നു. നീ ജോലിയില്ലാതെ വെറുതെ ഇരിക്കുന്നു. ഇങ്ങനെ ഇരുന്നിട്ട് വ്യാപാരം ചെയ്യാതിരുന്നാൽ എന്റെ കട വാടക നീ എങ്ങനെ തരാൻ പറ്റും? ഇന്ന് വൈകുന്നേരത്തിനകം എനിക്ക് എന്റെ പൈസ വരണം. മുതലാളി, എനിക്ക് കുറച്ച് ദിവസങ്ങൾ അവകാശം തരൂ. നിലക്കറിയുടെ വില ഒരുപാട് കൂടിയത് കാരണം ജോലി നടന്നിട്ടില്ല. എല്ലാം ഏർപ്പാട് ചെയ്തതിനു ശേഷം ഞാൻ വേഗം നിങ്ങളുടെ പൈസ തന്നേക്കും. ആവശ്യമില്ലാതെ നിന്റെ സംസാരങ്ങളൊക്കെ എനിക്ക് വേണ്ട. വൈകുന്നേരത്തിന്റെ അകം എന്റെ വാടക തന്നില്ലെങ്കിൽ മര്യാദയായിട്ട് നിന്റെ കട മൂടിയിട്ട് ഇവിടെ നിന്ന് പോയേക്ക്. ഞാൻ ഇവിടെ ഒരു വലിയ സ്വീറ്റ് കട തിരക്കാൻ പോകുന്നുണ്ട്, ഓർമ്മയിൽ വെച്ചോളൂ. സുരേഷ് അവനെ നന്നായി പേടിപ്പിച്ചിട്ട് അവിടെ നിന്നും പുറപ്പെട്ടു. അദ്ദേഹം പോയി കുറച്ചു കഴിഞ്ഞതും റോഷൻ വളരെ പേടിയോടുകൂടി അവന്റെ സ്ഥലത്തിരിക്കുകയായിരുന്നു. വിമല രാത്രി തുണി തയ്ക്കുകയായിരുന്നു. അപ്പോഴാണ് റോഷൻ വളരെ സങ്കടത്തോടെ തല കുനിച്ചുകൊണ്ട് വീട്ടിലേക്ക് വന്നത്. വിമല അദ്ദേഹത്തിന് വേണ്ടി ഗ്ലാസ്സിൽ വെള്ളം എടുത്തുകൊണ്ടുവന്നു. എന്തോ പ്രശ്നമുണ്ടെന്ന് അവൾക്ക് മനസ്സിലായി. എന്തുപറ്റി? ഇന്നും ഒരു കച്ചവടവും നടന്നില്ലേ? പിന്നെ ആ മുതലാളി സുരേഷ് ഇന്നും അവിടേക്ക് വന്നിരുന്നോ? അതെ വിമല, അദ്ദേഹം പറഞ്ഞു നാളെ വാടക തന്നില്ലെങ്കിൽ കട എടുത്തേക്കുമെന്ന് പറഞ്ഞു. നിലക്കറിയില്ലാതെ ഏത് ഭക്ഷണമാണ് ചെയ്യുമെന്ന് എനിക്കൊന്നും മനസ്സിലായിട്ടില്ല. ഗ്രാമത്തിലെല്ലാവരും അതേ ലിറ്റി ചോക്കവാണ് ചോദിക്കുന്നത്. പക്ഷെ അത് ഉണ്ടാക്കാനായിട്ട് ഒരുപാട് നെരുപ്പ് ആവശ്യമാണ്. ശരി ശരി, വിഷമിക്കേണ്ട. തീർച്ചയായും എന്തെങ്കിലും ഒരു വഴി കിട്ടും. ഒരു കതക് മൂടപ്പെട്ടാൽ തീർച്ചയായും ദൈവം മറ്റൊരു കതക് നമ്മുടെ മുന്നിൽ തുറക്കും. നമ്മൾ അല്പം കാത്തിരിക്കണം. റോഷന്റെ മുഖത്ത് വിശ്വാസത്തോടുകൂടി ഒരു ചെറിയ പുഞ്ചിരി വന്നു. അവർ രണ്ടുപേരും കഴിക്കാനായി താഴേക്കിരിക്കാൻ പോകുമ്പോൾ അപ്പോഴാണ് വീടിന്റെ കതക് തട്ടുന്ന ശബ്ദം കേട്ടത്. റോഷൻ വേഗം എണീറ്റു. നേരെ ചെന്ന് കതക് തുറന്നു. മുൻപിൽ ഉയരമുള്ള ഒരു മനുഷ്യനായ വിനോദ് നിൽക്കുകയായിരുന്നു. നമസ്കാരം സർ, ഞാൻ ഒരുപാട് ദൂരെ നിന്ന് വരുന്നുണ്ട്. എനിക്ക് കുടിക്കാൻ കുറച്ച് വെള്ളവും കഴിക്കാൻ ഭക്ഷണവും കിട്ടുമോ? അതിനു പകരം ഞാൻ നിങ്ങൾക്ക് പൈസ തരുന്നുണ്ട്. റോഷൻ ഒട്ടും സമയം പാഴാക്കാതെ എന്തു പറഞ്ഞെന്നാൽ, പൈസ കുറിച്ച് സംസാരിക്കണ്ട സാറേ, നിങ്ങൾ ഞങ്ങളുടെ വീട്ടിലേക്ക് വന്ന അതിഥിയാണ്. പക്ഷേ സത്യം പറയണമെങ്കിൽ ഇന്ന് ഞങ്ങളുടെ വീട്ടിൽ കുറച്ച് ദാലും കുറച്ച് സബ്ജി മാത്രമാണ് ഉള്ളത്. നെരുപ്പ് ഉണ്ടാക്കാനായിട്ട് നിലക്കരി പോലും ഇല്ല. നിലക്കരി ഇല്ലയോ? ശരി, കുഴപ്പമില്ല. നിങ്ങളുടെ അടുത്ത് കുടിക്കാൻ വെള്ളം കിട്ടുമോ? റോഷനും വിമലയും ഒന്ന് ഞെട്ടിപ്പോയി. എന്നാലും അവർ വിനോദിനെ വീട്ടിനകത്തേക്ക് വരാൻ സമ്മതിച്ചു. വീട്ടിലേക്ക് വന്നതും വിനോദ് നോക്കി. വീട്ടിനകത്ത് കുറച്ച് ഉഴുന്നും അരിയും കുറച്ച് പച്ചക്കറികളും മാത്രമുണ്ട്. അദ്ദേഹത്തിന്റെ ബാഗ് തുറന്നു. അതിൽ നിന്നും ഒരു പാത്രം പുറത്തെടുത്തു. റോഷനും വിമലയ്ക്കും അത് കണ്ടിട്ട് ഒന്നും മനസ്സിലായില്ല. ഇവിടെ എന്താണ് നടക്കുന്നതെന്ന്. ഞാൻ നമ്മളുടെ സൗത്ത് ഇന്ത്യയിൽ കണ്ടിട്ടുണ്ട്. ആൾക്കാര് നേരായിട്ട് നെരുപ്പിൽ പാചകം ചെയ്യില്ല, നീരാവി കൊണ്ടാണ് ഭക്ഷണം ചെയ്യുന്നുണ്ട്. അതിനെ ഇഡ്ലി എന്ന് പറയുന്നുണ്ട്. അത് വളരെ സോഫ്റ്റ് ആയിട്ട് ആരോഗ്യമായിട്ട് ഉണ്ടാവും. നീരാവിയിലോ? പക്ഷേ ഇവിടെയുള്ള എല്ലാവർക്കും ചോക്കയാണ് ഇഷ്ടം. നല്ല എരിവുള്ള ആ രുചി ഇഡലിയിൽ എങ്ങനെ കിട്ടാനാണ്? അതാണ് രുചി. നമ്മൾ ബീഹാറിന്റെ രുചിനെ സൗത്തിനോട് ചേർക്കാം. നമ്മൾ ഇപ്പോൾ ഇഡ്ലി ചോക്ക ചെയ്യാൻ പോകുന്നുണ്ട്. ഇതിൽ അധ്വാനം കുറവാണ്, നെരുപ്പും കുറവായിട്ട് തന്നെ ആവശ്യപ്പെടും. പിന്നെ ഇതിന്റെ രുചി ഒരുപാട് അടിപൊളിയായിട്ടുണ്ടാവും. റോഷന്റെ കണ്ണുകളിൽ വീണ്ടും ആത്മവിശ്വാസം നിറഞ്ഞു. കുറച്ചു സമയത്തിന് ശേഷം 3 പേരും അതിനുള്ള ഏർപ്പാടുകൾ ചെയ്തു. വിനോദും റോഷനും കൈ ഉരൽ കൊണ്ട് കുതിർത്ത ഉഴുന്ന് പിന്നെ അരിയെ അരയ്ക്കാൻ തുടങ്ങി. മറ്റൊരു വശത്ത് വിമല ചെറിയ തീയിൽ ചോക്കയ്ക്ക് ആവശ്യമുള്ള പച്ചക്കറികൾ വേവിച്ചു. കുറച്ചു സമയത്തിന് ശേഷം വിനോദും റോഷനും
മാവരയ്ക്കുന്ന ജോലി തീർത്തു. ഇപ്പോൾ ഈ മാവ് കുറച്ച് പുളിച്ചു വരണം. അതിനകം നമ്മള് ചോക്ക റെഡിയാക്കാം. 3 പേരും ചേർന്ന് വേവിച്ച ഉരുളക്കിഴങ്ങും കത്തിരിക്കയും എടുത്തു. എന്നിട്ട് അതിന്റെ തോലുരിക്കാൻ തുടങ്ങി. അതിനുശേഷം വിമല കത്തിരിക്ക ഉരുളക്കിഴങ്ങിലേക്ക് പച്ചമുളക്, തക്കാളി, ഉള്ളി, മല്ലിയിലയും കൂടി ഇട്ട് സ്മാഷ് ചെയ്യാൻ തുടങ്ങി. ഇതിലൽപ്പം കടുകെണ്ണ നമുക്ക് ഒഴിക്കാം. അത് ശരിക്കുമുള്ള ബീഹാരി രുചി നമുക്ക് നൽകും. പിന്നെ കുറച്ച് ഉപ്പും കുറച്ച് നാരങ്ങച്ചാറും. റോഷൻ അതിലേക്ക് മസാല ഇട്ടു. പിന്നെ കുറച്ചു സമയത്തിനകം അവരുടെ ചോക്ക കഴിക്കാൻ തയ്യാറായി കഴിഞ്ഞു. അതോടെ സമയവും കടന്നുപോയി. പിന്നെ ഇപ്പോൾ ഇഡ്ഡലി ചെയ്യാനുള്ള ഏർപ്പാടുകൾ തുടങ്ങി. വിനോദ് ആ സ്റ്റാൻഡ് എടുത്തു. എന്നിട്ട് അതിലേക്ക് കുറച്ച് എണ്ണയൊഴിച്ചു. പിന്നെ ഓരോ കുഴിയിലും ചെറുതായി മാവ് ഒഴിക്കാൻ തുടങ്ങി. പിന്നെ അദ്ദേഹം ആ സ്റ്റാൻഡ് തിളച്ചുകൊണ്ടിരിക്കുന്ന ആ വെള്ളത്തിന് മുകളിൽ വെച്ചു. അതിന്റെ മുകളിൽ അദ്ദേഹം മൂടി വെച്ചു. ഒരു 10 മിനിറ്റ് വെയിറ്റ് ചെയ്തോളൂ. നീരാവി തന്റെ പണി ചെയ്യണമല്ലേ? പാത്രത്തിൽ നിന്നും പതുക്കെ പതുക്കെ നീരാവി പുറത്തു വരാൻ തുടങ്ങി. പിന്നെ എല്ലാ വശത്തും ആ ആഹാരത്തിന്റെ മണം നിറയാൻ തുടങ്ങി. കുറച്ചു സമയത്തിന് ശേഷം വിനോദ മൂടി തുറന്നു. അകത്ത് ചെറിയതായി ഭംഗിയുള്ളതായി വെളുത്തതായി ഇഡ്ഡലി ഉണ്ടായിരുന്നു. റോഷൻ അത് വളരെ ശ്രദ്ധയോടെ പുറത്തെടുത്തു. കുറച്ചു സമയത്തിന് ശേഷം 3 പേരും ചേർന്ന് ഇഡ്ഡലി കഴിക്കാൻ തുടങ്ങി. വിമല എല്ലാവർക്കും 2 ഇഡ്ഡലി എടുത്തു വെച്ചു. പിന്നെ അതിന്റെ കൂടെ അത്ഭുതമായ മസാല നിറഞ്ഞ ചോക്കയും വെച്ചു. ഇതാ പിടിച്ചോ റോഷൻ ചേട്ടാ, നിങ്ങളുടെ ഇഡ്ഡലി ചോക്ക റെഡി ആയിട്ടുണ്ട്. നിങ്ങൾ കുറച്ച് കഴിച്ചു നോക്ക്. റോഷൻ ആ ഇഡ്ഡലിയിൽ നിന്നും ഒരു ചെറിയ കഷ്ണം എടുത്തു. അത് ചോക്കയിലേക്ക് മുക്കി. എന്നിട്ട് അദ്ദേഹം കഴിച്ചു. അത് അദ്ദേഹം കഴിച്ചതും തന്നെ അദ്ദേഹത്തിന്റെ മനസ്സ് നിറഞ്ഞുപോയി. അദ്ദേഹത്തിന്റെ മുഖത്തൊരു വല്ലാത്ത സന്തോഷമുണ്ടായി. വാവ്, ഇത് ഒരുപാട് അടിപൊളിയായിട്ടുണ്ട്. ലിറ്റി പോലെ സ്ട്രോങ് ആയിട്ടില്ല, പക്ഷേ അതേ രുചിയുണ്ട്. പക്ഷേ ഇത് ഉണ്ടാക്കാനായിട്ട് പകുതി നിലക്കറി മാത്രമാണ് ആവശ്യം. ശരിക്കും ഇത് മായമാണ്. സത്യമാണ്, ഇത് ശരിക്കും വളരെ രുചികരമായിട്ടുണ്ട്. ഗ്രാമത്തിലെ ജനങ്ങൾക്ക് ഇത് ഒരുപാട് ഇഷ്ടമാകും. അവർ ഉണ്ടാക്കിയ ആഹാരത്തിന്റെ രുചി അവർ 3 പേർക്കും വളരെ ഇഷ്ടമായി. അതേ സന്തോഷത്തോടെ ആ രാത്രി കടന്നുപോയി. അടുത്ത ദിവസം റോഷൻ ഒരു പുതിയ വിശ്വാസത്തോടെ തന്റെ കടയിലേക്ക് വന്നു. അദ്ദേഹം പാത്രം കൊണ്ടുവന്ന് കൗണ്ടറിൽ വെച്ചു. എന്നിട്ട് പുതിയതായി തയ്യാറാക്കിയ തന്റെ ഇഡ്ഡലി ചോക്ക അതിലേക്ക് ഒഴിക്കാൻ തുടങ്ങി. പതുക്കെ പതുക്കെ അവിടെ ജനങ്ങൾ കൂടി വരാൻ തുടങ്ങി. ആ മാർക്കറ്റിലെ ജനങ്ങൾ നീരാവി കൊണ്ട് ചെയ്യുന്ന ഈ ആഹാരം ഇതുവരെ കണ്ടിട്ടേയില്ല. വരൂ ചേട്ടാ വരൂ, വന്ന് കളിക്കൂ. മായ ഇഡ്ഡലി ചോക്ക ആരോഗ്യമുള്ളതും രുചിയായതും എണ്ണയില്ലാതെ കുറച്ച് തീയിൽ ഉണ്ടാക്കിയ അത്ഭുതമായ ടിഫൻ. ഒരാൾ അത് കഴിച്ചിട്ട് സന്തോഷം കൊണ്ട് പറഞ്ഞു, ചേട്ടാ ഇത് ഒരുപാട് സോഫ്റ്റ് ആയിട്ടുണ്ട്. ഇത് കഴിക്കാൻ പല്ല ആവശ്യമില്ല. പിന്നെ ചോക്കയുടെ രുചി ഒരുപാട് അടിപൊളിയായിട്ടുണ്ട്. ചേട്ടാ റോഷൻ, ഇന്നൊരു പ്ലേറ്റ് തരൂ. പതുക്കെ പതുക്കെ വീണ്ടും ഒരുപാട് ആളുകൾ ഇഡ്ഡലി ചോക്ക വാങ്ങാൻ തുടങ്ങി. ഇപ്പോൾ റോഷന്റെ കടയിൽ ഒരുപാട് ആളുകൾ വന്നു തുടങ്ങി. ഒരുപാട് ദിവസങ്ങൾക്ക് ശേഷം ഇന്ന് അദ്ദേഹത്തിന് നല്ല കച്ചവടമുണ്ടായി. കുറച്ചു സമയത്തിന് ശേഷം സുരേഷ് വീണ്ടും അവിടേക്ക് വന്നു. അദ്ദേഹം റോഷന്റെ കടയിലുള്ള തിരക്ക് കണ്ടിട്ട് അവിടെ തന്നെ നിന്നു. അതിനുശേഷം അദ്ദേഹം ജനങ്ങൾക്കിടയിൽ കൂടി വഴിയുണ്ടാക്കി നേരെ റോഷന്റെ അടുത്തേക്ക് വന്നു. എന്ത് കളിയാണ് ഇത്? റോഷൻ, ഞാൻ പറഞ്ഞല്ലേ വാടക തരണം, അല്ലെങ്കിൽ ഇവിടെ നിന്ന് പോയേക്കണമെന്ന്. പിന്നെ എന്താ ഇത് വെള്ളയായിട്ട് ഏതോ വിൽക്കുന്നത്? ഇത് നമ്മളുടെ ഗ്രാമത്തിന്റെ ഭക്ഷണമല്ലല്ലേ? മുതലാളി, രുചിക്ക് ഏതൊരു ഗ്രാമവും ഇല്ല. ഇത് ഇഡ്ഡലി ചോക്ക ആണ്. ഇത് ബീഹാർ പിന്നെ സൗത്തിന്റെ മിക്സ് ആണ്. ഇത് ആൾക്കാർക്ക് ഇഷ്ടപ്പെട്ടിട്ടുണ്ട്. ഒരു പ്രാവശ്യം നിങ്ങളും ഇത് കഴിച്ചു നോക്ക്. സുരേഷ് വളരെ സംശയത്തോടെ ആ പ്ലേറ്റിലേക്ക് നോക്കി. ആ ആഹാരത്തിന്റെ മണം വളരെ നന്നായിരുന്നു. അദ്ദേഹം ഒരു പീസ് എടുത്ത് കഴിച്ചു നോക്കി. ആ ആഹാരം വയറിന് വളരെ ലഘുവായി തോന്നി. അതിന്റെ രുചിയും അദ്ദേഹത്തിന് ഒരുപാട് ഇഷ്ടമായി. ഇതിന്റെ രുചി മോശമായിട്ടില്ല. പക്ഷേ എന്റെ വാടക എവിടെ പോയി? റോഷൻ തന്റെ ബെഞ്ചിൽ നിന്നും ഒരു നോട്ട് കെട്ട് കയ്യിലെടുത്തു. എന്നിട്ടത് അദ്ദേഹത്തിന് നൽകി. ഇതാ പിടിച്ചോ മുതലാളി, നിങ്ങളുടെ മുഴുവൻ വാടക. പിന്നെ കുറച്ച് പൈസ കൂടുതലായിട്ട് വെച്ചിട്ടുണ്ട്. ഇനി ഞാൻ ഇവിടെ ഉണ്ടാവുമല്ലേ? സുരേഷ് കാശ് കയ്യിൽ വാങ്ങി. എന്നിട്ട് ഒരു വശം സന്തോഷമായിരിക്കുന്ന ആളുകളെ നോക്കി. എന്നിട്ട് റോഷനെ നോക്കി. പിന്നെ അദ്ദേഹത്തിന് മനസ്സിലായി, എല്ലാവർക്കും ഇത്രത്തോളം ഇഷ്ടപ്പെട്ട ഈ ആഹാരത്തിനു മുന്നിൽ ഇനി അദ്ദേഹത്തിന് ഒന്നും ചെയ്യാനാവില്ല എന്ന്. ശരി ശരി, കട വെച്ചേക്ക്. പക്ഷേ നാളെ എന്റെ വീട്ടിലേക്ക് 2 പ്ലേറ്റ് അടിച്ചേക്ക്. സുരേഷ് അവിടെ നിന്നും പോയി.
പിന്നെ അവിടെ ഉണ്ടായിരുന്ന ആളുകളൊക്കെ സന്തോഷത്തോടെ റോഷന് വേണ്ടി കൈതട്ടി. അങ്ങനെ ഒരു വിധത്തിൽ സമയം സന്ധ്യയാകാൻ തുടങ്ങി. അവന്റെ എല്ലാ സാധനങ്ങളും വിറ്റുതീർന്നു. പുതിയ ആഹാരമായതുകൊണ്ട് അന്നത്തെ ദിവസം നല്ല രീതിയിൽ പോയി. ഇതിനിടയ്ക്ക് വിനോദും വിമലയും ആ കടയിലേക്ക് വന്നു. ഇന്ന് നിങ്ങൾ എൻ്റെ ജീവിതത്തിനെ രക്ഷിച്ചിട്ടുണ്ട്. നിങ്ങൾ എനിക്ക് പഠിപ്പിച്ചത് ഒരു ഭക്ഷണം മാത്രമല്ല, അത് നിങ്ങൾക്ക് എനിക്ക് തന്ന പുതിയ വിശ്വാസമാണ്. ഞാൻ ഒന്നും ചെയ്തില്ല റോഷൻ, നിങ്ങൾ അധ്വാനിച്ചു, പിന്നെ മാറ്റത്തിനെ ജനങ്ങൾക്ക് കാണിച്ചു തന്നു. ഓർമ്മയിൽ വെച്ചോളൂ, നമ്മളുടെ പഴയ പാരമ്പര്യത്തിനോട് പുതിയ കാര്യങ്ങൾ ചേർക്കുമ്പോൾ അത്ഭുതം നടക്കുന്നുണ്ട്. ഇനി മുതൽ ഈ മാന്ത്രിക രുചിയുടെ പേരിൽ അറിയപ്പെടും നമ്മുടെ ഗ്രാമം. 3 പേരും സന്തോഷത്തോടെ അത് ശരിയാണെന്ന് സമ്മതിച്ചു. കുറച്ചു സമയത്തിന് ശേഷം വിനോദ് അവിടെ നിന്നും പുറപ്പെട്ടു. അദ്ദേഹം സ്നേഹത്തോടെ ചെയ്ത പുതിയ ആഹാരം ജനങ്ങളുടെ മനസ്സിൽ എന്നേക്കുമായി നിന്നു.